5234 വോട്ടിന്റെ ലീഡുമായി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. 5000 കടന്നിരിക്കുന്നു ലീഡ് നില എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നിർണായകമായ മൈൽ സ്റ്റോൺ. പക്ഷേ ഈ മൈൽ സ്റ്റോൺ 5ാം റൗണ്ടിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നു. UDF-ന്റെ ഒരു പ്രവചന പ്രകാരം, UDF കണക്ക് കൂട്ടിയത് പ്രകാരം ഇത് 5ാം റൗണ്ടിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ 7ാം റൗണ്ട് കഴിയുമ്പോഴാണ് 5000 കടക്കുന്നത്. 5234 ഇപ്പോഴത്തെ ലീഡ് നില. ഇനി എണ്ണാനുള്ളത്, അതായത് 8ാം റൗണ്ട് എണ്ണാൻ തുടങ്ങുകയാണ്. ഇനി 7 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 8ാം റൗണ്ടിൽ എണ്ണാനുള്ളത് ഇനി LDF ശക്തി കേന്ദ്രങ്ങളാണ്. പോത്തുകൽ പഞ്ചായത്താണ്. പോത്തുകൽ പഞ്ചായത്ത് M സ്വരാജിന്റെ ജന്മനാടാണ്. DCC അധ്യക്ഷൻ VS ജോയുടെയും ജന്മനാടാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പോരാട്ടം അവിടെ നടക്കും. അവിടെ സ്വരാജിന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും ജന്മനാട് എന്ന നിലയിൽ സ്വരാജിന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകും. ഷബീർ, ഈ എടക്കരയിൽ വിചാരിച്ച നേട്ടമുണ്ടാക്കാൻ അൻവറിന് പറ്റിയില്ലേ? TMC ക്യാമ്പിന്റെ അൻവർ ക്യാമ്പിന്റെ വിലയിരുത്തലനുസരിച്ച് എടക്കരയിൽ മൂത്തേടത്തും വിചാരിച്ചതുപോലെ ഒരു നേട്ടമുണ്ടാക്കാൻ PV അൻവറിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ വിലയിരുത്തുന്നത്. ആ നിലയ്ക്ക് വോട്ട് പിടിച്ചിട്ടില്ല. അവർ 2000-ന് മുകളിലേക്കെല്ലാം മൂത്തേടത്തും എടക്കരയിലും പിടിക്കും. ആ നിലയ്ക്ക് അവിടെ ശക്തി തെളിയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് PV അൻവർ പോയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇങ്ങനെയാണെങ്കിൽ PV അൻവറിന്റെ ടോട്ടൽ വോട്ട്, ആകെ കിട്ടുന്ന വോട്ട് 20-നോട് അടുക്കുമോ എന്ന കാര്യത്തിലടക്കം ഇപ്പോൾ പ്രവർത്തകർക്ക്, അവരുടെ അനുയായികൾക്ക് സംശയമുണ്ട്. നേരത്തെ വഴിക്കടവിലുണ്ടാക്കിയ ഒരു മുന്നേറ്റം പിന്നീട് മൂത്തേടത്തേക്കും എടക്കരയിലേക്കും നടക്കുമ്പോൾ PV അൻവർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ നിലയ്ക്ക് ഇത് ആകെ പിടിക്കുന്ന വോട്ടുകൾ എവിടെ ചെന്ന് നിൽക്കും എന്ന കാര്യത്തിലും ഇപ്പോൾ അൻവർ ക്യാമ്പിന് ആശയക്കുഴപ്പമുണ്ട്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ള കണക്കുകളിലേക്ക് അവർ കടക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ വഴിക്കടവിൽ മാത്രം 7000-ഓളം വോട്ടുകളും മറ്റ് 2 പഞ്ചായത്തുകളിൽ നിന്നും, മൂത്തേടത്തു നിന്നും എടക്കരയിൽ നിന്നും 2000 വീതം വോട്ടുകളും അടക്കം 10000-ഓളം വോട്ടുകൾ പിടിക്കുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. പക്ഷെ അതിനേക്കാൾ 3000 വോട്ടുകൾ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നുണ്ട്. അൻവർ കരുത്ത് തെളിയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സ്വരാജിന്റെ ജന്മനാടടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുമ്പോൾ LDF ക്യാമ്പിൽ 5327 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഷൗക്കത്ത് കടന്നിട്ടുണ്ട്. 5327 വോട്ട്, അതായത് തന്റെ ഭൂരിപക്ഷം നിലനിർത്തുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത്. പോത്തുകല്ല് എണ്ണുമ്പോൾ പോലും സ്വരാജിന് ആര്യാടനെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവാൻ ഇപ്പോഴും കഴിയുന്നില്ല. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 8ാം റൗണ്ട് LDF ശക്തി കേന്ദ്രങ്ങളാണ് ഇപ്പോൾ എണ്ണുന്നത്. എന്നിട്ട് പോലും ആര്യാടൻ ഷൗക്കത്ത് നേരിയ തോതിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതല്ലാതെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ പോത്തുകൽ പഞ്ചായത്തിലും M സ്വരാജിന് കഴിയുന്നില്ല എന്നുള്ളത്, സ്വന്തം ജന്മനാട്ടിൽ കഴിയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. 5000 വോട്ടിന്റെ ഭൂരിപക്ഷം കടന്ന് ഷൗക്കത്ത് കടന്നിരിക്കുന്ന 5327 ആയിരിക്കുന്നു. അപ്പോഴും ഈ 5000-ൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാൻ പോത്തുകലിലും സ്വരാജിന് കഴിയുന്നില്ല എന്നുള്ളിടത്ത് ഒരു ഏകപക്ഷീയത കാണുന്നുണ്ട്. അതർവൈസ് അൻവർ ഒരു സ്പോയിലർ എഫക്ട് ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് ഒരു ഈസി വാക്കോർ ആകുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പോത്തുകലിലെ ഫല സൂചനകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിഷാദ്, ശരി, എന്തായാലും നമ്മൾ ഈ കാണുന്ന കാഴ്ച UDF-ന്റെ മുന്നേറ്റത്തിന്റെ കാഴ്ച എന്ന് തന്നെ പറയാം. UDF ഇതുവരെ ആദ്യത്തെ 8 റൗണ്ടുകളിൽ പിന്നിടുമ്പോൾ ഒരു ഘട്ടത്തിലും താഴേക്ക് പോകാതെ, പിന്നിൽ പോകാതെ, ദുർബലപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. വിചാരിച്ച ഭൂരിപക്ഷം അവർക്ക് ഉറപ്പാക്കാൻ കഴിയുന്നില്ല എങ്കിലും അവർക്ക് ഒരു ഘട്ടത്തിലും താഴേക്ക് പോകേണ്ടി വരുന്നില്ല. 25608 വോട്ടുകൾ ഇതിനകം സമാഹരിച്ചു കഴിഞ്ഞു. 20281 വോട്ടുകളാണ് M സ്വരാജിന് കിട്ടിയത്. അതായത് ആദ്യത്തെ 8 റൗണ്ടുകൾ പിന്നിടുമ്പോൾ സ്വരാജിന് അനുകൂലമായ ഒരു സംഗതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നായിരുന്നു LDF വിചാരിച്ചിരുന്നതെങ്കിൽ അങ്ങനെ മാറുന്നില്ല. സ്വരാജിന്റെ ജന്മനാട് പോത്തുകല്ല്, അവിടെ പോലും ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയെ മറിച്ചിടാൻ കഴിയുന്ന ഒരു മുന്നേറ്റമോ ഒരു ഞെട്ടിക്കലോ കഴിയുന്നില്ല. 7ാം റൗണ്ട് വോട്ടിന്റെ കണക്കുകൾ വന്നിട്ടുണ്ട്. 7ാം റൗണ്ടിൽ 4115 വോട്ടാണ് UDF നേടിയത്. LDF 3743 വോട്ട്. അതായത് 7ാം റൗണ്ടിൽ കേവലം 472 വോട്ടിന്റെ ലീഡ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 372 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്ത് നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് കാണണം. എങ്കിലും ആ ലീഡ് നില കുറയ്ക്കാൻ കഴിയുന്നില്ല. 7ാം റൗണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പഞ്ചായത്തുകളാ? പോത്തുകല്ല് പഞ്ചായത്താണ്. അപ്പോൾ പോത്തുകല്ല് പഞ്ചായത്തിൽ പോലും അത് LDF-ന്റെ ശക്തി കേന്ദ്രമായ പോത്തുകല്ല് പഞ്ചായത്ത്, സ്വരാജിന്റെ ജന്മനാടായ പോത്തുകല്ല് പഞ്ചായത്തിൽ പോലും 372 വോട്ടിന്റെ ലീഡ് നേടാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കോൺസ്റ്റന്റ് ആയി തന്റെ ലീഡ് നില നിലനിർത്തുന്നുണ്ട് ഷൗക്കത്ത് എന്നുള്ളത് ഷൗക്കത്തിനെ സംബന്ധിച്ചൊരു ശക്തിയാണ്. ആ ശക്തി, ആ ഒരു ലീഡ് നില ഇനിയുള്ള റൗണ്ടുകളിൽ തുടരാൻ കഴിയുമോ? അതല്ല അവിടെയും അൻവറിന്റെ സ്പോയിലർ എഫക്ട് ഉണ്ടാവും. അൻവറിന് ഇതിൽ എത്ര വോട്ട് കിട്ടി? പോത്തുകലിൽ അൻവറിന് എത്ര വോട്ട് കിട്ടി എന്നുള്ളതും ശ്രദ്ധേയമാണ്.